നമ്മൾ ഇന്ന് ഈ സെഷനിൽ എടുക്കാൻ പോകുന്നത് ലിംഫാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ അതിന്റെ ഫ്ലൂയിഡായ ലിംഫ് എന്നതിനെ കുറിച്ചാണ്. അവരുടെ ലിംഫിന്റെ ട്രാൻസ്പോർട്ട്, അതിന്റെ ഫങ്ഷൻ, അതിനെല്ലാം കുറിച്ച് നമുക്ക് ഈ സെഷനിൽ ഡീൽ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പം ആരെങ്കിലും ഒരാൾ പനിച്ചു കിടക്കുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഈ കുട്ടിയെ നോക്കി, കുട്ടി ഭയങ്കരമായിട്ട് വയ്യാണ്ട് പനിച്ച് തെർമോമീറ്ററും വൈ വെച്ച് ടെമ്പറേച്ചർ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പാവം പനിച്ച് കിടക്കുക അല്ലേ. അപ്പൊ ഈ കുട്ടീനെ നമ്മളൊരു 5 പേര് കാണാൻ പോയെന്ന് വിചാരിച്ചു. നമ്മൾ 5 പേര് കാണാൻ പോയാൽ അതിലൊരു ചിലപ്പോ ഒരു 3 അല്ലെങ്കിൽ 2 ആൾക്കാർക്ക് ചിലപ്പോൾ പനി പിടിച്ചെന്ന് വരും അല്ലെ. പക്ഷെ ബാക്കി ചിലർക്ക് ആ പനി കിട്ടുമോ? ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല അല്ലെ. അതെന്തുകൊണ്ട് അങ്ങനെ? മനുഷ്യന്മാരെല്ലാരും ഒന്നല്ലേ, എല്ലാവർക്കും കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും കിട്ടണ്ടേ. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം? അത് ആക്ച്വലി നമ്മുടെ ശരീരത്തിലെ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഇമ്മ്യൂൺ പവർ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ചിലരുടെ ശരീരത്തിൽ, ചില ഹ്യൂമൻ ബോഡിയിൽ ഇമ്മ്യൂൺ പവർ കൂടുതലായിരിക്കും, ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും. ചിലർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക് ചിലപ്പോൾ വേഗം വേഗം അസുഖങ്ങൾ വരും. പക്ഷെ അതേസമയം ഇമ്മ്യൂണിറ്റി കൂടുതലുള്ളവർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഒരു അസുഖവും കീഴടക്കത്തില്ല. ഓക്കെ, സോ അപ്പം നമ്മുടെ ബോഡിയിൽ, ഒരു ഹ്യൂമൻ ബോഡീനെ സംബന്ധിച്ച്, ഒരു ഹ്യൂമൻ ബോഡിയിൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഒരു പാർട്ടാണ് ലിംഫാറ്റിക് സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഒരു പാർട്ടാണ് ലിംഫാറ്റിക് സിസ്റ്റം. ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിലുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ ലിംഫ് എന്ന് പറയുന്നത്. സോ ഈ ലിംഫിൽ ഒരുപാട് WBCസും ഒക്കെ പ്രസന്റ് ആണ്. ഓക്കെ, ഈ WBCs എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസിൽ ഒരുപാട് ഡിഫൻസ് മെക്കാനിസത്തിന് ആക്ട് ചെയ്യേണ്ട കുറെ അധികം സെൽസ് ഉണ്ട്. ഓക്കെ, നമ്മളൊരു പാത്തജൻ അറ്റാക്ക് ചെയ്യുക, നമുക്കിപ്പോ ഒരു പനി വരികയാണ്. ഓക്കെ, ആ പാത്തജൻ പനി കോസ് ചെയ്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ വന്നാൽ ആ പാത്തജനെതിരെ വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിൽ ഒരുപാട് സെൽസ് പ്രസന്റ് ആണ്. ഈ സെൽസിനെയൊക്കെയാണ് നമ്മൾ WBCs അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെ ലിംഫിൽ പ്രസന്റ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ആ ലിംഫ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ട്രാൻസ്പോർട്ട്, അത് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് സെൽസിൽ എത്തുന്നത് എന്ന് നമുക്കിപ്പോൾ പറയാം. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ സെഷൻസിലൊക്കെ പഠിച്ചു ഹാർട്ടിന്റെ ഫങ്ഷനിങ് എങ്ങനെയാന്ന് അല്ലെ. ഈ വേസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ഹാർട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ എന്താ ചെയ്യുക? ആ ഹാർട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള ബ്ലഡിനെ അവർ പ്യൂരിഫൈ ചെയ്ത് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആക്കി മാറ്റും അല്ലെ. അപ്പൊ ഈ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് എങ്ങോട്ട് പോകണം? ബാക്കി സെൽസിലും ബാക്കി ടിഷ്യൂസിലും ഒക്കെ പോകണം അല്ലെ. അതെങ്ങനെയാണെന്നാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. ഓക്കെ, ആർട്ടറി വഴിയല്ലേ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോകുന്നത് അല്ലെ. അപ്പം ഇത് ആർട്ടറിയാണ്. ഓക്കെ, സോ ഈ ആർട്ടറി വഴിയാണ് ബ്ലഡ് ബാക്കി സെൽസിലോട്ട് പോകുന്നത്. അപ്പൊ ഈ ആർട്ടറി എന്ത് ചെയ്യുന്ന വെച്ചാല്, ആർട്ടറി ഇറ്റ് വിൽ ബി എന്താ പറയാ, ദേ വിൽ ബി ഡിവൈഡഡ് ഇൻടു ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് ഈ ആർട്ടറി ഡിവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ അവർക്ക് ആർട്ടറി എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഇത്തിരി വോളിയം ഉള്ള അല്ലെങ്കിൽ ഇത്തിരി ഡയമീറ്റർ ഉള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പൊ ആ ഒരു സ്ട്രക്ചറിലൂടെ പെട്ടെന്നൊന്നും അങ്ങനെ ഈ ഓക്സിജനെ ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ അവർ എന്ത് ചെയ്യുന്ന വെച്ചാല്, ആർട്ടറി ആസ് സച്ച് അവർ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ബ്രാഞ്ചസിനെയാണ് നമ്മൾ കാപ്പിലറീസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കാപ്പിലറീസ്. സോ ഈ ബ്ലഡ് കാപ്പിലറീസ് വഴിയാണ് ഓക്സിജൻ അതോടൊപ്പം തന്നെ ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ടിഷ്യൂസിലൊക്കെ റീച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് എങ്ങനെയാന്ന് നമുക്കിപ്പം നോക്കാം. നമ്മൾ പറഞ്ഞു കാപ്പിലറീസ് വഴിയാണ് ദ സെൽസ് ഗെറ്റ് ന്യൂട്രിയൻസ് ഫ്രം ദ ബ്ലഡ്. അപ്പം ഇവിടെ ഈ പടത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് ആർട്ടറിയിൽ എത്തുന്നു. ആർട്ടറി പിന്നെയും ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു, ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ ആർട്ടറി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാപ്പിലറീസ് എന്ന് പറയുന്നത്. സോ ഇത് ഇടയ്ക്കൂടെ എല്ലാം സെൽസ് ഉണ്ട്, നമ്മുടെ സെൽസ് പ്രസന്റ് ആണ് അല്ലേ.
ഇതെല്ലാം സെൽസ് ആണ്. ഓക്കെ, അപ്പം ഈ സെൽസിലോട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഓക്സിജനെ ന്യൂട്രിയൻസിനെ ഒക്കെ പാസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ സെൽസ് ഇൻ ബിറ്റ്വീൻ സെൽസ് കുറച്ച് സ്പേസ് പ്രസന്റ് ആണ് അല്ലെ. അതിനെ എന്താ പറയുന്നത്? ഇന്റർ സെല്ലുലാർ സ്പേസ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇന്റർ സെല്ലുലാർ സ്പേസ് പ്രസന്റ് ആണ്. ഓക്കെ, സോ എന്താ സംഭവിക്കുന്നത് വെച്ചാല് നമുക്കറിയാം, ഇത്രയും ഡയമീറ്റർ ഉള്ള ആർട്ടറിയിലൂടെ ബ്ലഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക അല്ലെ. അപ്പൊ ഇത്രയും വോളിയം ഉള്ള ബ്ലഡ് ചുരുങ്ങി ഇങ്ങോട്ടേക്ക് ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു പ്രത്യേക പ്രഷർ ഫീൽ ചെയ്യും അല്ലെ. കാരണം വലിയൊരു സ്ഥലത്ത് നിന്ന് ചെറിയൊരു സ്ഥലത്തോട്ട് നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാട്ടിലുള്ള വീടുകളിലൊക്കെ പോയാൽ നമുക്കറിയാം, നമ്മുടെ തറവാട്ട് വീട്ടിലൊക്കെ നമുക്ക് പോയാൽ അറിയാം, ഒരുപാട് സ്പേസ് ഉണ്ട് അല്ലെ. ഒരുപാട് സ്പേസ് ഉണ്ട്, നമുക്ക് ഓടി നടക്കാൻ ഒരുപാട് മുറ്റമുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടിൽ പോയാൽ കാണും അല്ലെ. പക്ഷെ അതേസമയം നമ്മളിപ്പോ ഒരു ചെറിയൊരു ഫ്ലാറ്റിലോട്ട് മാറുമെന്ന് വെച്ചാൽ, ചെറിയൊരു ഫ്ലാറ്റിലോട്ട് മാറാം, അപ്പൊ നമ്മൾ വല്ലാണ്ട് പ്രഷർ നമ്മൾ അനുഭവിക്കും അല്ലെ. കാരണം അത്രയും വലിയൊരു സ്പേസിൽ നിന്ന് ചെറിയൊരു സ്പേസിലോട്ട് നമ്മൾ വരിക. ഓക്കെ, അപ്പം അവിടെ ഒരു വല്ലാത്തൊരു പ്രഷർ ഫീൽ ചെയ്യും അല്ലെ. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം തേങ്ങാപ്പാൽ എടുക്കാന്ന് വെച്ചാൽ കിച്ചണിലോട്ട് തന്നെ വരാം. കുറച്ച് പാചകമൊക്കെ നമുക്ക് ഇന്നിടയ്ക്ക് പഠിക്കാം. കിച്ചണിൽ വരാം. നമ്മുടെ അമ്മ പറയാ, നമ്മുടെ അടുത്ത് തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ പറയാം. ഓക്കെ, എങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത്? കുറച്ച് തേങ്ങ ചിരകും, എന്നിട്ട് എന്താ ചെയ്യുക? തേങ്ങ കുറച്ച് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ആദ്യം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കും, എന്നിട്ട് നമ്മൾ അതിനെ പിഴിഞ്ഞെടുക്കും അല്ലെ. പിഴിഞ്ഞെടുക്കുമ്പോ എന്താ സംഭവിക്കുക? നമ്മളൊരു പ്രഷർ അവിടെ കൊടുക്കുക അല്ലെ. തേങ്ങയും വെള്ളവും ഉണ്ട്. സോ എന്നിട്ട് നമ്മൾ കൈ എടുത്ത് പിഴിയുമ്പോ അവിടെ എന്താ സംഭവിക്കുക? ഒരു പ്രഷർ കിട്ടി അവർക്ക്. അപ്പൊ പ്രഷർ കിട്ടുമ്പം അവിടെ നിന്ന് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട് അല്ലെ. അങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താഴോട്ട് വരുന്ന ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് ആണ് തേങ്ങാപ്പാല്. അത് കിച്ചൺ. ഓക്കെ, ഇപ്പൊ നമ്മുടെ സബ്ജക്ട്. അപ്പൊ ഈ സബ്ജക്റ്റിലോട്ട് ഇതിനൊന്ന് കണക്ട് ചെയ്തേ, ഈ ഒരു സീനിലോട്ട് ഇതിനൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. നമ്മുടെ ഈ കാപ്പിലറീസ് ഉണ്ട്, കാപ്പിലറീസിൽ കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. അപ്പൊ അത്രയും വലിയ ഒരു വോളിയത്തിൽ നിന്ന്, അതായത് ആർട്ടറി എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്ന് ഇത്രയും കാപ്പിലറീസിലോട്ട് ചുരുങ്ങുമ്പോ ഒബ്വിയസ്ലി അവിടെ ഒരു പ്രഷർ ഫീൽ ആവും അല്ലെ. ആ പ്രഷർ കാരണം എന്താ സംഭവിക്കുക? ഇവിടെ ഈ ഇന്റർസെല്ലുലാർ സ്പേസിൽ കൂടെ ഒരു ഫ്ലൂയിഡ് അവിടെ ഊസ് ഔട്ട് ചെയ്യും. ഓക്കെ, ഒരു ഫ്ലൂയിഡ് ഊസ് ഔട്ട് ചെയ്യും. ഈ ബ്ലഡിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് ഊസ് ഔട്ട് ചെയ്യും. ഓക്കെ, ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ടിഷ്യൂ ഫ്ലൂയിഡ്. ഓക്കെ, ഈ ടിഷ്യൂ ഫ്ലൂയിഡിനെ വേറൊരു പേരും നമ്മൾ പറയും. ടിഷ്യൂ ഫ്ലൂയിഡിനെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ഓക്കെ, പല പല പേരിൽ ഇത് അറിയപ്പെടും. അപ്പൊ എക്സാമിന് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്നൊക്കെ ചോദിച്ചാൽ ആരും പേടിക്കുന്നത്, ടിഷ്യൂ ഫ്ലൂയിഡ് തന്നെയാണ് ചോദിക്കുന്നത് കേട്ടോ. സോ ഒരു ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് അവിടെ ഊസ് ഔട്ട് ചെയ്യും. ഓക്കെ, ഈ ഫ്ലൂയിഡിൽ ആക്ച്വലി സ്പീക്കിംഗ് RBCs ഒന്നുമില്ല, RBCs ഇല്ല, വലിയ പ്രോട്ടീൻസ് ഒന്നുമില്ല, അതർ ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസ് ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. കാരണം RBC എന്നൊക്കെ പറയുന്ന ഒരു ഇച്ചിരി സൈസ് ഉള്ള ഒരു സാധനം. ഓക്കെ, അപ്പം റെഡ് ബ്ലഡ് സെൽസ്. സോ ഈ റെഡ് ബ്ലഡ് സെൽസ് ഒന്നും ഈ ഫ്ലൂയിഡിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല. മെയിൻ ആയിട്ട് ഫ്ലൂയിഡിൽ കൂടെ ഇറങ്ങുന്നതാണ് പ്ലാസ്മയൊക്കെ. ഓക്കെ, ഈ പ്ലാസ്മയൊക്കെ മെയിൻ ആയിട്ട് ഫ്ലൂയിഡിൽ കൂടെ, ഈ ബ്ലഡിൽ കൂടെ ഊസ് ഔട്ട് ചെയ്ത് വരും. സോ ഈ ഒരു കോമ്പണന്റ് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. Okay, it is also known as interstitial fluid. Okay, മനസ്സിലായില്ലേ? അപ്പം ഇതെങ്ങനെയാണെന്ന് പറയാം. So formation of tissue fluid എങ്ങനെയാണ്? Tissue fluid is also known as interstitial fluid. Okay, നമ്മൾ ഓൾറെഡി പറഞ്ഞു interstitial fluid എന്നാണ് tissue fluid പറയുന്നത്. The space in between the cells is the intercellular space. അതും നമുക്കറിയാം. When blood flows through capillaries, capillaries-ൽ കൂടെ ബ്ലഡ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. capillaries പിന്നെ ചെറുതായിക്കൊണ്ടിരിക്കുക. Okay, capillaries-ലുള്ള ബ്ലഡ് ഇങ്ങനെ പോകുമ്പോ the fluid part oozes to the intercellular space. Okay, fluid part oozes to the intercellular space. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നു? ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നു. And this tissue fluid does not contain RBCs അല്ലെങ്കിൽ red blood cells, large protein molecules and platelets. പ്ലേറ്റ്ലെറ്റ്സും ഇതിൽ ഉണ്ടാവത്തില്ല. Okay,
ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഭയങ്കര കോംപ്ലക്സ്, എന്താ ദൈവമേ, ഇത് എന്താ, ഇതൊന്നും മനസ്സിലായി, കുറെ ആരോസ് കാണുന്നുണ്ട്, കുറെ വേസ്റ്റ്, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, ഇതെല്ലാം നിങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുവാണോ? സിമ്പിൾ ആണ്. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഇത് നമ്മുടെ കാപ്പിലറീസ്, നമ്മൾ ഇപ്പൊ കണ്ട നമ്മുടെ കാപ്പിലറീസ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ സെൽസ്. ഓക്കെ, സെൽസിലോട്ടാണല്ലോ ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന് ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ പാസ് ചെയ്യേണ്ടത് അല്ലെ? അപ്പോ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒന്നുമില്ല. റെഡ് ബ്ലഡ് സെൽസിൽ നിന്ന് ഗ്ലൂക്കോസ്, അതായത് സിമ്പിൾ ന്യൂട്രിയൻസ്, ഫോർ എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത് ഗ്ലൂക്കോസ്. ഓക്കെ, ഗ്ലൂക്കോസ്, ഓക്സിജൻ, ഇതെല്ലാം നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? സെൽസിലോട്ട് എടുക്കുന്നു. അപ്പൊ സെൽസിന് ആവശ്യമായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള എന്താ ഓക്സിജൻ അവർക്ക് കിട്ടുന്നുണ്ട്, അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള ന്യൂട്രിയൻസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. അതേസമയം സെൽസ് ഒക്കെ ഓൾറെഡി യൂസ് ചെയ്ത് വെച്ചേക്കുന്ന കുറെ വേസ്റ്റ് കാണുമല്ലോ, അവർ ഉപയോഗിച്ചു ഇനി കളയാൻ വേണ്ടി വെച്ചേക്കുന്ന കുറെ വേസ്റ്റ് കാണുമല്ലോ അല്ലെ? ആ വേസ്റ്റ് എല്ലാം കൂടെ ഇവർ തിരിച്ച് എങ്ങോട്ട് വിടും? കാപ്പിലറീസിലോട്ട് വിടും. ഓക്കെ, ടിഷ്യൂ ഫ്ലൂയിഡ് ഫ്ലോസ് ബാക്ക് ടു കാപ്പിലറീസ്. മനസ്സിലായോ? അതായത് വേസ്റ്റും അവരുടെ ബാക്കിയായിട്ടുള്ള കാർബൺ ഡയോക്സൈഡും എല്ലാം ഈ കാപ്പിലറീസിലോട്ട് മൂവ് ചെയ്യും. മനസ്സിലായില്ലേ? സോ ഇങ്ങനെയാണ് ഈ മെക്കാനിസം നടക്കുന്നത്. അതേസമയം തന്നെ ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എല്ലാം നമ്മൾ സെൽസിലോട്ട് പാസ് ചെയ്തു. ഓക്കെ, അപ്പം അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന കുറച്ച് ടിഷ്യൂ ഫ്ലൂയിഡ് കാണും. എല്ലാ ടിഷ്യൂ ഫ്ലൂയിഡും അങ്ങനെ സെൽസിലോട്ട് പാസ് ചെയ്തെന്ന് വരത്തില്ല. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഒരു ഇച്ചിരി ടിഷ്യൂ ഫ്ലൂയിഡ് കാണും. അപ്പൊ ആ റിമൈനിങ് ആയിട്ടുള്ള ടിഷ്യൂ ഫ്ലൂയിഡ് ഇവര് ലിംഫാറ്റിക് കാപ്പിലറീസിലൂടെ പാസ് ചെയ്യും. ഓക്കെ, ഇവിടെ ലിംഫാറ്റിക് കാപ്പിലറീസ് പ്രസന്റ് ആണ്. ഓക്കെ, ലിംഫാറ്റിക് കാപ്പിലറീസ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് ലിംഫാറ്റിക് കാപ്പിലറീസ് എന്ന് പറയുന്നത്. സോ ലിംഫാറ്റിക് കാപ്പിലറീസിലോട്ട് നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡ് കുറച്ച് മൂവ് ചെയ്യും. സോ അങ്ങനെ ലിംഫാറ്റിക് കാപ്പിലറീസിൽ എത്തിയ ടിഷ്യൂ ഫ്ലൂയിഡിനെയാണ് നമ്മൾ ലിംഫ് എന്ന് പറയുന്നത്. സംഭവം ടിഷ്യൂ ഫ്ലൂയിഡ് തന്നെയാ. ലിംഫ് ഈസ് എക്സാക്ട്ലി ദ ടിഷ്യൂ ഫ്ലൂയിഡ്. ഓക്കെ, അത് ലിംഫാറ്റിക് സിസ്റ്റത്തിലോട്ട് എത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ ലിംഫ് കാപ്പിലറീസിൽ എത്തിയോണ്ട് മാത്രം അതിനെ ലിംഫ് എന്ന് പറയുന്നു. നമ്മളിപ്പോ നമുക്ക് കേരളത്തിൽ തന്നെ നോക്കിയാൽ അറിയാം, കേരളത്തിൽ ഒരു നാട്ടിൽ പറയുന്ന വാക്ക് വേറൊരു നാട്ടിൽ വേറൊരു പേരിലായിരിക്കും അറിയപ്പെടുക അല്ലെ? അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡ് തന്നെയാണ്. ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ലിംഫാറ്റിക് കാപ്പിലറീസിൽ എത്തിയിരിക്കുന്ന ടിഷ്യൂ ഫ്ലൂയിഡിനെ നമ്മൾ ലിംഫ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെയാണ് മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നും കൂടെ റിപ്പീറ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് സെൽസും ടിഷ്യൂ ഫ്ലൂയിഡും തമ്മിലുള്ള മെറ്റീരിയൽസിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്? ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ഫ്രം ബ്ലഡ്. നമ്മൾ പറഞ്ഞു ഓക്സിജനും ന്യൂട്രിയൻസും ബ്ലഡിൽ നിന്ന് ടിഷ്യൂ ഫ്ലൂയിഡിലോട്ട് എൻറ്റേഴ്സ് ഇൻടു സെൽസ് ത്രൂ ടിഷ്യൂ ഫ്ലൂയിഡ്. സെൽസിൽ എൻറ്റർ ചെയ്യുന്നു ആര് വഴി? ടിഷ്യൂ ഫ്ലൂയിഡ് വഴി. ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് അതർ വേസ്റ്റ് ഫ്രം ദ സെൽ മൂവ് ടു ടിഷ്യൂ ഫ്ലൂയിഡ്. കാർബൺ ഡയോക്സൈഡും ബാക്കി വേസ്റ്റുകളും ഒക്കെ തിരിച്ച് സെല്ലിലോട്ട് വരുന്നു. ആര് വഴി? അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറീസിലോട്ട് വരുന്നു. ആര് വഴി? ടിഷ്യൂ ഫ്ലൂയിഡ് വഴി. ഓക്കെ, അതോടൊപ്പം തന്നെ മെയിൻറ്റെയിനിങ് ദ ലെവൽ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻ ഇന്റർസെല്ലുലാർ സ്പേസ് എലോങ് വിത്ത് ഫോർമേഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ഇറ്റ് അബ്സോർബ്സ് ഇൻടു ലിംഫ് കാപ്പിലറീസ്. ടിഷ്യൂ ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നതോടൊപ്പം തന്നെ കുറച്ചധികം ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫ് കാപ്പിലറീസിലോട്ട് പോകുന്നു. അങ്ങനെ ലിംഫ് കാപ്പിലറീസിലോട്ട് പോകുന്ന ടിഷ്യൂ ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് വിളിക്കും? ലിംഫ്. പറഞ്ഞില്ലേ? സോ ഇതാണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം. ഇപ്പൊ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറയാം. ടെക്സ്റ്റിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ കുറിച്ച് ഒരുപാടൊന്നും പറയുന്നില്ല. ബട്ട് ലിംഫ് എന്ന് പറയുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ? ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഫ്ലൂയിഡ് ആണ് ലിംഫ് എന്ന് പറയുന്നത്. സോ lymphatic system consists of a network of tissues, vessels and organs that work together. ഒരുപാടധികം ഓർഗൻസും വെസൽസ്, ലിംഫാറ്റിക് വെസൽസ് ഉണ്ട്, പിന്നെ കുറച്ച് ടിഷ്യൂസും എല്ലാം കൂടെ ചേരുന്ന ഒരു ജോയിന്റ് നെറ്റ്വർക്ക് ആണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഡ്രെയിൻസ് ദിസ് എക്സ്ട്രാ ഫ്ലൂയിഡ്, അതായത് ലിംഫ്, that has passed out of the blood and into tissues and returns it back to the blood. ബ്ലഡിലോട്ട് തന്നെ തിരിച്ച് വിടുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം.
ഇതിൽ കുറച്ചധികം ഇതിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് നമുക്ക് പറയാം. ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പാർട്സ് അല്ലെങ്കിൽ അതിൽ വരുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. സോ അതെന്തൊക്കെയാണ് നമുക്ക് പറയാം. ലിംഫ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫ്ലൂയിഡ് ആണ്. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ പോകുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ ലിംഫ് എന്ന് പറയുന്നത്. നൗ ലിംഫ് നോഡ്സ്, ഇതാണ് ലിംഫ് നോഡ്സ്. വി ക്യാൻ സീ ഹിയർ. ഓക്കെ, ഇതൊക്കെയാണ് ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. നൗ ലിംഫാറ്റിക് വെസൽസ്, ഒരുപാടധികം വെസൽസ് നമുക്ക് ഇതിലെ കൂടെ കാണാൻ പറ്റും. ഇതൊക്കെ ലിംഫാറ്റിക് വെസൽസ് ആണ്. ആൻഡ് കളക്ടിങ് ഡക്ട്സ്, സ്പ്ലീൻ എന്താണ്? സ്പ്ലീൻ കേട്ടിട്ടുണ്ടോ നിങ്ങള്? സ്പ്ലീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓർഗൻ. ഓക്കെ, ഇതൊരു ഓർഗൻ ആണ്. ലിംഫാറ്റിക് സിസ്റ്റത്തിലെ ഒരു ഓർഗൻ ആണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. അതായത് സ്പ്ലീൻ എന്ന് പറഞ്ഞാൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലെ ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള ഓർഗൻ ആണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ അല്ല, ലിംഫാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഓർഗൻ ആണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. തൈമസ്, ഓക്കെ, തൈമസ് ഒരു ഓർഗൻ ആണ്. ബോൺ മാരോ, ടോൺസിൽസ്. ബോൺ മാരോ ഇസ് എ ടിഷ്യൂ. ഓക്കെ, ബോൺ മാരോ ടിഷ്യൂ ആണ്. സോ സ്പ്ലീൻ, തൈമസ്, ടോൺസിൽസ്, ഇതാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്ന ഇൻവോൾവ് ആയിരിക്കുന്ന മെയിൻ ഓർഗൻ. സ്പ്ലീൻ, തൈമസ്, ടോൺസിൽസ്. ഓക്കെ, സോ ദീസ് ആർ ദി പാർട്സ് ഓഫ് ലിംഫാറ്റിക് സിസ്റ്റം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്തൊക്കെയാണ് ലിംഫിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സോ ഇറ്റ് ട്രാൻസ്പോർട്ട്സ് ഓക്സിജൻ, hormones and nutrients to different parts of the body and removes metabolic waste from the cells. നമ്മൾ പറഞ്ഞു സെൽസിലോട്ട് ഓക്സിജനും ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസിനെ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ സെൽസിൽ നിന്ന് വരുന്ന വേസ്റ്റും കാർബൺ ഡയോക്സൈഡിനൊക്കെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, നൗ ഇറ്റ് ട്രാൻസ്പോർട്ട്സ് ആന്റിബോഡീസ് ആൻഡ് ലിംഫോസൈറ്റ്സ് ടു ദി ബ്ലഡ്. ഞാൻ ഈ സെഷനിലെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ആന്റിബോഡീസ് ഒക്കെ പ്രസന്റ് ആയിട്ടിരിക്കുന്നത് ലിംഫിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. ഒരുപാടധികം ആന്റിബോഡീസ് പ്രസന്റ് ആണ്. WBCs, ഓക്കെ, WBCs വൈറ്റ് ബ്ലഡ് സെൽസ് പ്രസന്റ് ആണ്. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസിൽ വരുന്നതാണ് ലിംഫോസൈറ്റ്സ്. ഓക്കെ, സോ ഈ ലിംഫോസൈറ്റ്സിനൊക്കെ ബ്ലഡിലൂടെ കൊടുക്കുന്ന ആരാ? ലിംഫാണ്. ഓക്കെ, സോ ഇറ്റ് ട്രാൻസ്പോർട്ട്സ് ആന്റിബോഡീസ് ആൻഡ് ലിംഫോസൈറ്റ്സ് ടു ദി ബ്ലഡ്. Prevents the invasion of microbes and foreign substances inside lymph nodes. പുറത്തുനിന്ന് വരുന്ന മൈക്രോബ്സിനെയും ഫോറിൻ സബ്സ്റ്റൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുവാണ്. അവരെ ഉള്ളിലോട്ട് കയറ്റാൻ അവർ സമ്മതിക്കത്തില്ല. ഓക്കെ, നൗ absorption of fat from the small intestine occurs through lymphatic vessels. ഇതെങ്ങനെയാ? ആ ഒരു കണക്ഷൻ മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ അല്ലെ. നമ്മൾ ലിപ്പിഡ്സ് നമ്മുടെ ബോഡിയിൽ ചെല്ലുന്നുണ്ട്. ഈ ലിപ്പിഡ്സിനെ സിമ്പിൾ യൂണിറ്റ്സ് ആക്കി മാറ്റുമ്പോൾ എന്താണ്? ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആണ് അല്ലെ. അപ്പൊ ഈ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും എങ്ങനെയാണ് സെൽസിൽ അബ്സോർബ് ആവുന്നത്? ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾസ് എങ്ങനെയാണ് സെൽസിൽ അബ്സോർബ് ആവുന്നത്? അതിനെ കുറിച്ചൊന്നും നേരത്തെ നമ്മൾ പറഞ്ഞില്ല അല്ലെ. അതെങ്ങനെയാന്ന് നമുക്കിപ്പോ ഒന്ന് പറഞ്ഞാലോ? ഈ ഒരു ചാർട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ലാക്ടീൽസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലോട്ടാണ് ഫസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ലാക്ടീൽ? നിങ്ങൾക്കറിയാം, ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ we have ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ there are lots of villi അല്ലെ. വില്ലൈ ഒരു ട്യൂബുലാർ സ്ട്രക്ചർ ഉണ്ടാവും, ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ടാവും അല്ലെ. അതിനെ നമ്മൾ വില്ലൈ എന്ന് പറയുന്നു. ഓക്കെ, എന്താ വില്ലൈയുടെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് പ്രൊവൈഡ്സ് ലാർജ് സർഫസ് ഏരിയ അല്ലെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. ഓക്കെ, സർഫസ് ഏരിയ കൂട്ടുക ചെയ്യുന്നത്. അപ്പൊ ഈ വില്ലയിലുള്ള ഒരു പ്രത്യേകതരം ലിംഫാറ്റിക് വെസൽ ഉണ്ട്. ഓക്കെ, വില്ലയിൽ കുറച്ച് ലിംഫാറ്റിക് വെസൽസ് ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. അപ്പൊ ഇതൊക്കെ വില്ലയിലോട്ടും കയറി വരുന്നുണ്ട്. ഓക്കെ, ഈ ലിംഫാറ്റിക് വെസലിനെയാണ് നമ്മൾ ലാക്ടീൽസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള ലിംഫാറ്റിക് വെസലിനെയാണ് നമ്മൾ ലാക്ടീൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോൾസും ആയിട്ട് ലിപ്പിഡ്സ് ബ്രേക്ക് ഡൗൺ ചെയ്തു. സോ ഇത് ആദ്യം ലാക്ടീലിലോട്ടാണ് നമ്മൾ പോകുന്നത്. അത്രയും നമ്മൾ പറഞ്ഞു നിർത്തിയതാ അല്ലെ. ഇനി ഈ ലാക്ടീൽസ്
ചെറിയ ലിംഫ് ഡക്ട്സ് ആയിട്ട് മാറും. ഓക്കെ, ഇത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പൊ ഇതിന് ചെറുതായിട്ട് ഇങ്ങനെ ലിംഫ് ഡക്ട് ആയിട്ട് ഇങ്ങനെ മാറുന്നു, ചെറിയ ചെറിയ ലിംഫ് ഡക്ട് ആയിട്ട് മാറുന്നു. അത് പിന്നെ വലിയ വലിയ ലിംഫ് ഡക്ട് ആയിട്ട് മാറുന്നു. ആൻഡ് ഈ ലിംഫ് ഡക്റ്റിൽ നിന്ന് വീനക്കാവ വഴി ഹാർട്ടില് എത്തുന്നു. വീനക്കാവ എന്തായിരുന്നു? സുപ്പീരിയർ വീനക്കാവയുണ്ട്, ഇൻഫീരിയർ വീനക്കാവയുണ്ട് അല്ലെ. നമ്മൾ ഹാർട്ടിന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോ പറഞ്ഞതാ അല്ലെ. അപ്പം ഹാർട്ടിലോട്ട് വേസ്റ്റ് ആയിട്ടുള്ള ബ്ലഡിനെ എല്ലാം കയറ്റിവിടുന്നത് ആരാ? വീനക്കാവയാ അല്ലെ. സോ ഈ വീനക്കാവ വഴി ഇവര് ഹാർട്ടിലെത്തുന്നു. സോ അങ്ങനെയാണ്. എന്നിട്ട് എന്താ സംഭവിക്കുക? ഹാർട്ടിൽ നിന്ന് യെസ് ഓക്സിജൻ റിച്ച് ആക്കുന്നു. ഈ ബ്ലഡിനെ ഓക്സിജൻ റിച്ച് ബ്ലഡ് ആക്കുന്നു. ഈ ബ്ലഡ് എങ്ങോട്ട് പോവും? യെസ്, സെൽസിലോട്ട് പോവും. നമ്മൾ നേരത്തെ പറഞ്ഞ മെക്കാനിസം വഴി സെൽസിലോട്ട് പോകുന്നു അല്ലെ. സോ ദിസ് ഈസ് ഹൗ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾസ് ആർ അബ്സോർബ്ഡ് ടു ദ സെൽസ് അല്ലെങ്കിൽ ഇൻ ദ സെൽസ്. മനസ്സിലായോ? സോ ഈ ചാർട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ, ലാക്ടീസ് and small lymph ducts, large lymph ducts, vena cava and finally heart. Now നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഹാർട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഹാർട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് ഇന്നത്തെ കാലത്ത് നമ്മൾ ജങ്ക് ഫുഡ്സ് ഒരുപാട് കഴിക്കും അല്ലെ. നമ്മുടെ പാരന്റ്സ് നമ്മുടെ അടുത്ത് പറയും ഒരുപാട് ജങ്ക് ഫുഡ്സ് കഴിക്കല്ലേ, നമ്മൾ പ്രശ്നങ്ങൾ വരും, ഹെൽത്ത് ഇഷ്യൂസ് വരും എന്നൊക്കെ പറയില്ലേ. അവരൊക്കെ വെറുതെ പറയുന്നതാണ്. എന്നാലും നമുക്ക് കുറച്ച് ജങ്ക് ഫുഡ്സ് ഒക്കെ കാണുമ്പോഴത്തേന് നമുക്ക് ഇങ്ങ് ഭയങ്കര എന്താ പറയാ ആഗ്രഹമാണ് മേടിച്ച് കഴിക്കണം എന്നല്ലേ. നമ്മൾ ഫാസ്റ്റ് ഫുഡ് ഒരുപാട് കഴിക്കും അല്ലെ. ഈ ഗ്രിൽ ചിക്കൻ, ബർഗർ, പിസ്സ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കഴിക്കും അല്ലെ. അപ്പൊ ഈ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് കുഴപ്പമില്ല. ബട്ട് നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ട് എന്നും ഡെയിലി ലൈഫിൽ നമ്മൾ ഈ പറയുന്ന ജങ്ക് ഫുഡ്സ് ശീലമാക്കിയാൽ നമ്മുടെ ഹാർട്ടിന് അത് ഭയങ്കര ഹാംഫുൾ ആണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ലൈക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും. ഓക്കെ, സോ അതിനുള്ള റീസൺസ് ആണ് സ്ട്രെസ് കൂടുന്നത് കൊണ്ട് വരാം, ഹൈ ബ്ലഡ് പ്രഷർ വരുന്നതുകൊണ്ട് വരാം, സ്മോക്കിംഗ്, ആൽക്കഹോൾ, എലിവേറ്റഡ് കൊളസ്ട്രോൾ ലെവൽ കൂടുന്നതുകൊണ്ട് വരാം, എക്സസ് വെയിറ്റ്, ജനറ്റിക് പ്രിഡിസ്പോസിഷൻ, ലോ ഫിസിക്കൽ ആക്ടിവിറ്റി. അതായത് നമ്മുടെ അടുത്ത് നമ്മൾ പറയും എക്സസൈസ് ഒക്കെ ഒരുപാട് ചെയ്യണമെന്ന്. ഓക്കെ, സോ ഈ എക്സസൈസ് ഒക്കെ ഇല്ലാണ്ട് വരുമ്പോൾ പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ജങ്ക് ഫുഡ്. സോ ഇതൊക്കെ സ്മോക്കിംഗ് ഒക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഓക്കെ, സോ ഇതൊക്കെ ഒരു ഹെൽത്തി ഹാർട്ട് ഒരു ഡേഞ്ചറസ് ഹാർട്ട് ആയിട്ട് മാറാൻ വരുന്ന റീസൺസ് ആണ് ഇത്രയൊക്കെ. സോ അതേപോലെ തന്നെ വേറൊരു ഡിസീസ് ആണ്, നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡിസീസ് ആണ് അതെറോസ്ക്ലിറോസിസ്. എന്താ ഈ അതെറോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാല്? ഇവിടെ നിങ്ങൾക്ക് കാണാം എന്തോ ഒരു സംഭവം ഇങ്ങനെ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക അല്ലേ. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം എന്തോ ഒരു യെല്ലോ കളർ സാധനം ഇങ്ങനെ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. അതെന്തായിരിക്കും? ഫാറ്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഞാനിപ്പോ പറഞ്ഞു ജങ്ക് ഫുഡ്സ് ഒക്കെ ഒരുപാട് കഴിക്കുന്ന, ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുന്ന പോലെ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം വേറെ ഇല്ല. സോ നമ്മൾ ഒരുപാട് ഫാറ്റി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചോ. ഒരുപാട് ഫാറ്റി ഫുഡ് കഴിക്കുമ്പോഴത്തേനും നമ്മുടെ ആർട്ടറീസിലോട്ട് ഒക്കെ ഒരുപാട് ഫാറ്റ്സ് അടിഞ്ഞു കൂടുക ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയ ലെയർ ഓഫ് ഫാറ്റ് വന്നു, പിന്നെ അത് കുറച്ചുകൂടെ കൂടി അവസാനം അവിടെ ബ്ലോക്ക് ആക്കുക ചെയ്യുന്നത്. ബ്ലഡ് ഫ്ലോനെ അവിടെ ബ്ലോക്ക് ആക്കി കളയുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പത്തേനും ബ്ലഡ് ഫ്ലോ അവിടെ ബ്ലഡ് പോവാൻ പറ്റാതെ അവിടെ സ്റ്റക്കായിട്ട് അവിടെ ക്ലോട്ട് ആയി പോകും, ബ്ലഡ് ക്ലോട്ട് സംഭവിക്കും. ഓക്കെ, അങ്ങനെയാണ് അതെറോസ്ക്ലിറോസിസ് വരുന്നത്. ഓക്കെ, സോ ബ്ലഡ് ക്ലോട്ട് ആയി പോകുക അവിടെ ചെയ്യുന്നത്. Condition in which accumulation of fat in the arterial walls take place due to consumption of excess fatty food. എക്സസ് ആയിട്ടുള്ള ഫാറ്റി ഫുഡ് കഴിക്കുന്നത് വഴി നമ്മുടെ ആർട്ടീരിയൽ വാൾസിൽ ഉണ്ടാവുന്ന ഫാറ്റിന്റെ അക്യുമുലേഷൻ, ആ ഒരു കണ്ടീഷനാണ് നമ്മൾ അതെറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ റിസൾട്ട് ആയിട്ട് എന്താ സംഭവിക്കാം? ദ ഇന്നർ ഡയമീറ്റർ ഓഫ് ആർട്ടറി ഡിക്രീസസ്. നമുക്ക് ഇവിടെ കാണാം അല്ലെ, ഈ ഡയമീറ്ററിന്റെ ഡയമീറ്റർ ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കുക അല്ലെ, അവസാനം ഒന്നും ഇല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുക. സോ ആസ് എ റിസൾട്ട് ഇന്നർ ഡയമീറ്റർ ഓഫ് ദി ആർട്ടറി ഡിക്രീസസ്.
Okay, and arterial walls lose elasticity and may rupture. ഈ വോളിലൊക്കെ ഇലാസ്റ്റിസിറ്റി ഒക്കെ പതിയെ പതിയെ പോവാൻ തുടങ്ങും, എന്നിട്ട് പതിയെ അത് റപ്ചർ ആവാൻ തുടങ്ങും. ഇത് ഇറ്റ് മേ ലീഡ് ടു ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, ഇറ്റ് മേ ലീഡ് ടു ഹാർട്ട് അറ്റാക്ക്. സോ ഒരു ഹെൽത്തി ഹാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ തന്നെ നമുക്കൊരു ഹെൽത്തി ഹാർട്ട് കിട്ടും. എന്നും നിങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളിൽ നിങ്ങൾ റെഗുലർ ആയിട്ടൊന്ന് എക്സസൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു എന്താ പറയുക, ഒരു ഹാഫ് ആൻ അവർ മതി. ഹാഫ് ആൻ അവർ നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾ മാക്സിമം ഒരു എക്സസൈസ് കൊടുക്കുക. പിന്നെ ആൽക്കഹോൾ ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ സ്മോക്കിംഗ് ഭയങ്കര ഡേഞ്ചറസ് ആണ്, സ്മോക്കിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ജങ്ക് ഫുഡ്സ് ഒക്കെ മാക്സിമം നിങ്ങൾ കുറയ്ക്കുക. എന്നുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയെങ്കിലും ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ തന്നെ നമുക്കൊരു ഹെൽത്തി ഹാർട്ട് കിട്ടും. Now, ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ നമ്മൾ സമറൈസ് ചെയ്യാണ്. സോ സെൽസ് ഗെറ്റ് ന്യൂട്രിയൻസ് ഫ്രം ബ്ലഡ് നമ്മൾ പറഞ്ഞു. നമ്മൾ വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ കാപ്പിലറീസ് കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു ഫ്ലൂയിഡ് പാർട്ട് ഊസ് ഔട്ട് ചെയ്യും. അതിന് നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയും. ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് ടിഷ്യൂസ്, വെസൽസ് ആൻഡ് ഓർഗൻസ് ദാറ്റ് വർക്ക് ടുഗെദർ. അപ്പൊ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിലുള്ള ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് പറയും? ലിംഫ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ലിംഫിന്റെ കുറെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഒരു പാർട്ടാണ് ലിംഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ഹാർട്ടിൽ വരുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് അതെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. സോ അതെങ്ങനെ വരുന്നത്? ഇറ്റ് is a condition in which accumulation of fat in the arterial walls takes place. എങ്ങനെ? Due to the consumption of excess fatty food. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞത്. സോ ഇനി നെക്സ്റ്റ് സെഷനിൽ നിങ്ങൾ പ്ലാന്റ്സിൽ, ഇത്രയും നേരം നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ ഒക്കെ കേസ് പറഞ്ഞു, ഇനി നെക്സ്റ്റ് സെഷനിൽ നിങ്ങൾ പ്ലാന്റ്സിന്റെ ട്രാൻസ്പോർട്ടാണ് പറയാൻ പോകുന്നത്. സോ ടിൽ ദെൻ ടേക്ക് കെയർ. Manorama Horizon, learning made simple.